നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 ആണ്ടിൽ എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ കഴിഞ്ഞ 2 കൊല്ലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് പിന്മാറി മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിൻ്റെ ഭരണ സംവിധാനം, വിപണന വിതരണ മേഖലയിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ആത്മാർത്ഥമായിട്ട് ദീർഘവീക്ഷണത്തോടുകൂടി അവലംബിക്കുന്ന വിധത്തിൽ ഭരണ സംവിധാനം ഏറ്റെടുക്കുകയും പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഈ വർഷത്തിൻ്റെ പകുതി വരെ അത്ര നേട്ടം ഉണ്ടാവുകയില്ല. പക്ഷേ ജൂൺ മാസം മുതൽ അതിൽ അഭൂതപൂർവമായിട്ട് വളർച്ച ഉണ്ടാകുവാനും ഔദ്യോഗിക തലത്തിൽ അല്ലെങ്കിൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഒരു ഉയർന്ന തസ്തിക വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഈ പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ട് അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും. ഒരുപക്ഷെ സംസ്ഥാനത്തിൽ നിന്നും ഒതുങ്ങാതെ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഉപവിഭാഗം തുടങ്ങുവാനുള്ളൊരവസരം ഉണ്ടാകുന്നത് വഴി ഒരുപക്ഷെ ധാരാളം യാത്ര വേണ്ടി വരുവാനും യോഗമുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് മാറ്റിപ്പാർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരമുണ്ടായി തീരുമെങ്കിൽ പോലും ധാരാളം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ജൂൺ മാസം വരെ അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യുന്നൊരവസ്ഥ കഴിഞ്ഞ 2 വർഷത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എത്ര ജോലി ചെയ്താലും മടുപ്പൊന്നും ഇല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയപഥത്തിലെത്തിക്കാൻ ഒരു ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന മക്കൾക്ക് വളരെയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ളൊരു യുക്തിയും കഴിവും പ്രാപ്തിയും ഒരുപക്ഷെ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളായിരിക്കാം. ഇത്രയും കാലം ജോലി ചെയ്യുന്നതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കാം. ഇതെല്ലാം തന്നെ അന്തിമമായിട്ട് അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നതുമാണ്. കല, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനിയും പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ടുള്ള അവതരണ ശൈലിക്ക് വേണ്ടി പരിശീലനം തുടങ്ങുവാനും ഏറെക്കുറെ ഓഗസ്റ്റ് മാസത്തോടുകൂടി പൂർത്തീകരിച്ച് പിന്നീട് അതൊരു പ്രാബല്യത്തിലും അവതരണ രീതിയിൽ അവലംബിക്കാനും അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ധനകാര്യ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തത് വഴി അവിചാരിതമായിട്ട് ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് തീർത്തും അവിചാരിതമായിട്ട് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുകയും തൃപ്തികരമായുള്ളൊരു ഉപരിപഠനത്തിന് ചേരുവാനും ഒപ്പം തന്നെ ജോലി ചെയ്യാനും അവസരമുണ്ടായിത്തീരും. ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ ഏതൊരു കാര്യങ്ങൾക്കും പ്രവർത്തിക്കാവൂ. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നും വിട്ടു താമസിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടും. അതിൽ നിന്നൊരു നേട്ടം 2025 ഉണ്ടായിത്തീരുക. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ധാരാളം ജോലിക്കാരെയും ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് വിപുലമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധ്യതയുണ്ട്. ആത്മപ്രഭാവത്താൽ മാനസികമായുള്ള പല വിധത്തിലുള്ള വിഭ്രാന്തിയും അതിജീവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനുമുള്ളൊരവസരം വന്നു ചേരും. പലപ്പോഴും ഏകാഭിപ്രായത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തന ശൈലിയും കഴിഞ്ഞ കുറേ കാലമായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനൊരു സമീപനം ശരിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ പ്രസ്ഥാനത്തിന് ഏറ്റവും
അനുയോജ്യമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായി വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ജന്മനാട്ടിലേക്കുള്ള അവധിക്ക് അപേക്ഷകൾ നൽകുവാനിട വരുമെങ്കിൽ പോലും ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഡിസംബർ മാസത്തിൽ മാത്രമേ അവധി ലഭിക്കുവാൻ സാധ്യത കാണുന്നുള്ളൂ. ഈ സാഹചര്യത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യാനും അതെല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനും സാധ്യതയുണ്ട്. സുതാര്യതയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് അനുകൂലമായുള്ള വിജയം എല്ലാ മേഖലകളിലും വന്നു ചേരും. വിദഗ്ധമായുള്ള ചികിത്സകളൊക്കെ നടത്തുകയും രോഗശമനം വന്നു ചേരുകയും ഉണ്ടാകും. എന്നാൽ ഇനിയും രോഗങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കണം. പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും ക്ഷമക്കുറവ് കൊണ്ട് പരീക്ഷയിൽ പലതും 8 പകരം 5 എഴുതുക, അങ്ങനെ തെറ്റിച്ച് പോരുന്നൊരവസ്ഥ വന്നു ചേരുവാനിടയുണ്ട്. അതുകൊണ്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തിയാൽ മാത്രമാണ് ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറുവാനുള്ള സാധ്യതകൾ കാണുന്നതുമുള്ളൂ. മുൻകോപം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. മനസ്സിൽ അനാവശ്യമായുള്ള പലവിധത്തിലും ചിന്തകൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകൾ, ധ്യാനം, ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ ഇവയെല്ലാം തന്നെ അനുവർത്തിക്കുകയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു അനാവശ്യമായിട്ടുള്ള മത്സര ബുദ്ധികളെല്ലാം ഒഴിവാക്കി ക്രിയാത്മകമായിട്ടുള്ള മത്സര രംഗങ്ങളിൽ ഏർപ്പെട്ടും കൊണ്ടും പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെട്ടും കൊണ്ടും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനൊരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അശുഭചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. കീഴ് ജീവനക്കാർക്ക് കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള പരിശീലനം നൽകുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാനൊരു അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ മെയ് മാസം വരെ സ്വല്പം നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം അനുവർത്തിക്കുന്നത് നന്നായിരിക്കും. നിലവിലുള്ള ഗ്രഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം, നീക്കിയിരിപ്പ് എന്നിവ കുറയുക, പലർക്കും അസുഖങ്ങൾ വന്നു ചേരുക, മറ്റു ചിലർക്ക് ജോലിക്ക് പുറപ്പെട്ടാൽ അതിൽ കൃത്യമായുള്ള രീതിയിൽ ജോലി ചെയ്തു തീർത്തുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടും സ്വസ്ഥതക്കേട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ഏതൊരു കാര്യങ്ങൾക്കും സ്വപ്പം വിമുഖതയും ഉൾവലിയുന്ന പ്രകൃതി വിശേഷങ്ങളുണ്ടെങ്കിൽ പോലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും കാര്യകാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും ഗുരുകാരണവരന്മാരുടെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ടും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പലവിധത്തിലും യന്ത്രത്തകരാറ് സംഭവിക്കുന്നതിനാൽ ഈ മേഖലകളെല്ലാം ഒഴിവാക്കി മറ്റൊരാൾ പണം മുതൽ മുടക്കുന്ന വ്യവസായത്തിൻ്റെ ഭരണ ചുമതല ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മേലധികാരികൾക്ക് തൃപ്തികരമല്ലാത്ത പദ്ധതികളായതുകൊണ്ടും സ്വന്തം നിലയിൽ അതിന് ഒരു മാനസികമായിട്ടുള്ള തോന്നലുകളോ പൂർണ്ണതയോ ഇല്ലാത്തതുകൊണ്ടും ചില പദ്ധതികളെല്ലാം തന്നെ ബഹിഷ്കരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സാഹചര്യങ്ങളെ കൊണ്ട് ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ കർമ്മമണ്ഡലങ്ങളെ സർവസ്വീകാര്യതയുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് വെറുതെ ഇരിക്കാതെ തന്നെ മറ്റൊരു ജോലിക്ക് താമസിയാതെ തന്നെ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാൻ ഒരു അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക്
ജോലിക്ക് അപേക്ഷകൾ നൽകുകയും ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിലൊക്കെ തന്നെ സ്ഥിരതാമസത്തിനുള്ള ഒരു അനുമതി ലഭിക്കുവാനും പുതിയതായുള്ള വികസിത രാഷ്ട്രത്തിൽ യോഗം കാണുന്നുണ്ട്. ഇതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ 2024 ആണ്ടിലെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.